പച്ചവെള്ളത്തിൽ ചെറുനാരങ്ങ നീരും പ്രത്യേക ഇനം പച്ചിലയും ഇട്ട് തിളപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം പെട്രോൾ ലഭിക്കുമെന്ന വാദവുമായി 1996 രാമർ പിള്ള എന്ന തമിഴ്നാട്ടുകാരൻ രംഗത്ത് വരുന്നത്. രാജപാളയത്തിനടുത്ത് ഇടയംകുളത്തെ കോൺക്രീറ്റ് വീടിന്റെ ഭൂഗർഭ അറയിലെ രഹസ്യമുറിയിൽ ഒരു സ്റ്റൗവും ഇരുമ്പുകുഴലും ഉപയോഗിച്ചാണ് രാമർ പെട്രോൾ ഉണ്ടാക്കുന്നതെന്ന വാർത്ത പരന്നതോടെ BBC ഉൾപ്പെടെയുള്ള മാധ്യമപ്പട ആ ഗ്രാമത്തിലേക്ക് കുതിച്ചെത്തി. തുടർച്ചിമലയിലാണ് ഈ അത്ഭുത സസ്യം ഉള്ളത് എന്നതായിരുന്നു രാമറിന്റെ വാദം. നക്കീരൻ മാഗസിനോടൊഴികെ വേറൊരു മാധ്യമങ്ങളോടും രഹസ്യ സസ്യത്തെക്കുറിച്ച് തുറന്നു പറയാൻ രാമർ തയ്യാറായില്ല. അന്ന് തമിഴ്നാട്ടിൽ ജയലളിതയായിരുന്നു മുഖ്യമന്ത്രി. രാമറിന്റെ വാദങ്ങളൊന്നും ജയലളിത കണക്കിലെടുത്തില്ല. കരുണാനിധി അധികാരത്തിലെത്തിയതോടെ രാമറിന്റെ നല്ല സമയം തെളിഞ്ഞു. രാമറിന്റെ പച്ചില പെട്രോൾ വ്യാവസായമായി ഉൽപ്പാദിപ്പിക്കാൻ കരുണാനിധി അനുമതി നൽകി. രാമർ പെട്രോൾ വെറും തട്ടിപ്പാണെന്ന് ശാസ്ത്രലോകം പറഞ്ഞതോടെ ഹെർബൽ ഫ്യൂവലാണ് ഇതെന്നുള്ള പുതിയ വാദവുമായി രാമർ എത്തി. പച്ചില പെട്രോളിന്റെ പേരിൽ പലരിൽ നിന്നും 2.5 കോടി വാങ്ങിയ രാമറിനെ 2016 എഗ്മോർ കോടതി 3 വർഷത്തേക്ക് കഠിന തടവിനും വിധിച്ചു.